ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമയുമായി വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ. ലഹരി ഇടപാട് ഒന്നുമില്ലെന്നാണ് സിനിമാ താരങ്ങളുടെയും മോഡലിന്റെയും മൊഴി. പെൺവാണിഭ ഇടപാടുകൾക്കാണ് പണം കൈമാറിയെന്ന മൊഴികൾ ലഹരി കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള താരങ്ങളുടെ തന്ത്രമാണോ? ബിഗ് ബോസ് നേതാവ് ജിൻഡോയും സിനിമയിലെ നിർമ്മാതാക്കളുടെ സഹായി ജോഷിയും എക്സൈസിനോട് പറഞ്ഞതും തസ്ലീമയുമായി ലഹരി ഇടപാടുകൾ ഇല്ലെന്നാണ്. പ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനാണ് വിളിച്ചു വരുത്തിയത്. 10 മണിയോടെ സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷി എക്സൈസ് ഓഫീസിൽ ഹാജരായി. തസ്ലീമയുമായി 6 വർഷത്തെ പരിചയമുണ്ട്. ഇടയ്ക്ക് പണം നൽകിയിട്ടുമുണ്ട്. എന്നാൽ അത് ലഹരി ഇടപാടുകൾക്കല്ലെന്ന് ജോഷി പറയുന്നു. ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലീമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴാണ് അറിയണം ഇങ്ങനെ. ക്രിസ്റ്റീന 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. എങ്ങനെയാണ് പരിചയം? അല്ല, അതൊരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് അതെ, നമ്മൾ കോർഡിനേറ്റർ ആണ്. എന്ത് ജോലിയിലാണ് നിങ്ങൾ? ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്ന് പരിചയപ്പെട്ട 3 മണിയോടെയാണ് ബിഗ് ബോസ് നേതാവ് ജിൻഡോ ചോദ്യം ചെയ്യലിനെത്തിയത്. ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച കൂട്ടത്തിൽ തന്നെയും ചോദ്യം ചെയ്യാൻ വിളിച്ചതാണെന്ന് ജിൻഡോയുടെ ആദ്യ പ്രതികരണം. 10,000 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തുവന്ന ജിൻഡോ തസ്ലീമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിച്ചു. തസ്ലീമയുടെ പിതാവ് മരിച്ച സമയത്ത് അവർക്ക് നാട്ടിലേക്ക് പോകാനാണ് പണം നൽകിയതെന്ന് ജിൻഡോ പറഞ്ഞു. വളരെ കുറച്ച് പണമിടപാടുകൾ മാത്രമേ തസ്ലീമയുമായി ഉണ്ടായിട്ടുള്ളൂ. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തസ്ലീമയെ അറിയാം, മറ്റിടപാടുകളില്ല. അവരെ 2-3 വർഷമായിട്ട് പരിചയമുണ്ട്. കാരണം പുള്ളിയുടെ ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിലുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ. നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. ഒരു 8,000 രൂപ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് വിജയിച്ച ആളാ. വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി, അതായത് സിനിമ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം. എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡ് ആയിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് നീ എവിടെ ആരും യൂസ് ചെയ്യാനുള്ള ഞാൻ വിളിച്ചു പറയും. നീ പറഞ്ഞു തരണ്ട. അതെ അതെ, ഞാൻ 2 ട്രാൻസാക്ഷനുള്ളൂ. വരുമ്പോ ചോദിച്ചോ, അവര് പറയും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴ പൈങ്കുളത്തെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സക്കിടയിൽ ലഹരി കേസുകൾ പെടുകയോ ചികിത്സ പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ പറഞ്ഞു. എന്നാൽ ചികിത്സയിലൂടെ ലഹരി വിമുക്തി നേടിയാൽ നിലവിലുള്ള കേസുകളിൽ ഇളവുകളുണ്ടാകും. NDPS ആക്ട് 64A പ്രകാരം സ്മോൾ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയും കൺസപ്ഷന് വേണ്ടിയാണ് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ, അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ട്രീറ്റ്മെന്റിന് വിധേയമായി കഴിഞ്ഞാൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്നും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. നിയമ നടപടികളിൽ നിന്നും പൂർണ്ണമായി അയാളെ ഒഴിവാക്കും. ട്രീറ്റ്മെന്റുമായിട്ട് സഹകരിക്കുമെന്ന് തന്നെയാണ് ഷൈൻ പറയുന്നത്. ട്രീറ്റ്മെന്റ് വേണം, ട്രീറ്റ്മെന്റ് എടുത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾക്കാണ് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട സിനിമ, ടെലിവിഷൻ രംഗത്തുള്ളവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇന്ന് ബിഗ് ബോസ് താരം ജിൻഡോയും പ്രൊഡക്ഷൻ രംഗത്തുനിന്നുള്ള ജോഷിയുമാണ് എക്സൈസ് ചോദ്യം ചെയ്തത്. എന്നാൽ ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇവരിൽ നിന്ന് ലഭ്യമായിട്ടില്ലെന്നാണ് സൂചന. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.